കാണുന്നുണ്ട് സർ. ഓക്കെ. സോ ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. ഇങ്ങനെ ഒരു കോളാണ് തന്നിട്ടുള്ളത്. അപ്പൊ ആദ്യം കോളത്തിന്റെ എസ്റ്റിമേഷൻ ആണ് ചോദിക്കുന്നത്. എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞാൽ RCC വർക്കും പിന്നെ വരുന്ന സ്റ്റീൽ വർക്ക്സ് ആണ് ചോദിക്കുന്നത്. പിന്നെ അതിന്റെ ഒരു അബ്സ്ട്രാക്ട് ഉണ്ടാക്കേണ്ടി വരും. സോ ബേസിക്കലി ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെ കാണുമെന്നാണ് കാണേണ്ടത്. അപ്പം ആദ്യം മുകളിൽ കാണിച്ചിരിക്കുന്ന സെക്ഷൻ ആണ്. താഴെ അതിന്റെ പ്ലാൻ വ്യൂ ഉണ്ട്. പ്ലാൻ വ്യൂ എന്താ പറയുന്നത്? ഇത് ഡയമെൻഷൻ 2 മീറ്റർ ബൈ 2 മീറ്റർ ആണ് ബോട്ടം ഡയമെൻഷൻ. പിന്നെ അത് ടേപ്പർ ചെയ്ത് വന്ന് അതൊരു ഇവിടെ നോക്കിയാൽ മതി. ഇവിടെ ഒന്ന് സൂം ചെയ്ത് നോക്കിയാൽ മതി. താഴെ 2 മീറ്റർ ബൈ 2 മീറ്റർ ആണ്, സ്ക്വയർ സെക്ഷൻ ആണ്. അതിന്റെ മുകളിൽ ഒരു 8 സെന്റിമീറ്റർ എന്ത് വരുന്നതെന്ന് പറഞ്ഞാൽ ഈ 8 സെന്റിമീറ്റർ അത് ശരിക്കും ഒരു PCC ആണ്. അവിടെ ശരിക്കും കോളം തുടങ്ങിയിട്ടില്ല, അതൊരു PCC ആണ്. കോളം തുടങ്ങുന്നത് ശരിക്കും 8 സെന്റിമീറ്ററിന്റെ മുകളിൽ നിന്നാണ്. 8 സെന്റിമീറ്റർ മുകളിൽ 25 സെന്റിമീറ്റർ മുകളിലേക്ക് ഈ കാണുന്ന 25 സെന്റിമീറ്റർ സ്ട്രെയിറ്റ് ആണ്, സ്ക്വയർ സെക്ഷൻ തന്നെയാണ്. എന്നിട്ട് പിന്നെ ഇത് ടേപ്പർ ചെയ്ത് വന്ന് എന്താണെന്ന് വെച്ചാൽ അതൊരു 35 സെന്റിമീറ്റർ സ്ക്വയർ സെക്ഷനിലേക്ക് ടേപ്പർ ചെയ്ത് വരും. അതായത് 25 ഗ്രൗണ്ട് നമ്മളുടെ ഏറ്റവും ബോട്ടത്തിൽ നിന്ന് ഫൗണ്ടേഷന്റെ ബോട്ടത്തിൽ നിന്ന് 8 സെന്റിമീറ്റർ മുകളിലോട്ട് PCC വരും. നമ്മളൊരു ചെറിയൊരു എന്താണ് വെച്ച് കൊടുക്കുന്നത്. അതിന്റെ മുകളിലേക്കാണ് ശരിക്കും നമ്മളുടെ ഫൗണ്ടേഷൻ തുടങ്ങുന്നത്. അതിന്റെ റീൻഫോഴ്സ്മെന്റ് വർക്ക് ഉൾപ്പെടെയുള്ള ഫൗണ്ടേഷൻ തുടങ്ങുന്നത്. ഇത് ജസ്റ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് താഴത്തെ 8 സെന്റിമീറ്റർ കൊടുത്തിരിക്കുന്നത്. 8 സെന്റിമീറ്റർ ഇത് 25 സെന്റിമീറ്റർ ഇത് നേരെ വന്നിട്ട് പിന്നെ ടേപ്പർ ചെയ്തിട്ട് അതൊരു 35 ബൈ 35 സ്ക്വയർ സെക്ഷനിലേക്ക് വരും. പക്ഷെ പിന്നീട് എന്താവെന്ന് വെച്ചാൽ നമ്മളുടെ കോളം, ഇത് നമ്മുടെ ഫൂട്ടിങ്ങിലേക്ക് വന്നിരിക്കുന്ന കോളം ശരിക്കും സർക്കുലർ ആണ്. അപ്പം ഈ 35 ബൈ 35 എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്ന സെക്ഷൻ പ്ലിന്ത് ലെവൽ വരെയാണ്. ഇവിടെ നോക്കിയാൽ നമുക്ക് സൂം ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. പ്ലിന്ത് ലെവൽ വരെ സ്ക്വയർ സെക്ഷനും അതിന് മുകളിലോട്ട് സർക്കുലർ സെക്ഷനാണ്. അതുകൊണ്ട് 30 സെന്റിമീറ്റർ ഡയമീറ്റർ ആയിട്ടുള്ള നമ്മളുടെ കോളമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ആ കോളം വന്ന് നിൽക്കുന്നത് ഒരു 35 ബൈ 35 പ്ലിന്ത് ഇതിലേക്കാണ്, പ്ലിന്ത് കോളത്തിലേക്കാണ്. എന്നിട്ട് അത് നേരെ താഴോട്ട് വന്ന് പിന്നെ ടേപ്പർ ചെയ്ത് വലുതായി 2 മീറ്റർ ബൈ 2 മീറ്റർ എന്ന സെക്ഷനിലേക്ക് എത്തും. പിന്നെ പറഞ്ഞിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാലോ, ഇതിന്റെ റീൻഫോഴ്സ്മെന്റ് ഡീറ്റെയിൽസ് ആണ്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ബോട്ടത്തിലുള്ള ഡിസ്ട്രിബ്യൂഷൻ 2A ബാർസ് ആണ്. രണ്ട് സൈഡിലും ബാർസ് കൊടുത്തിട്ടുണ്ട്. അതായത് 12 mm ബാർസ് 15 സെന്റിമീറ്റർ ഡിസ്റ്റൻസിലാണ് രണ്ട് ബോത്ത് വേസ് കൊടുത്തിട്ടുണ്ട്. എവിടെ ഏതിനോട് ചേർന്നാണ്? നമ്മളുടെ ഫൗണ്ടേഷനോട് ചേർന്ന് ബോട്ടത്തിൽ. പിന്നെ കൊടുത്തിട്ടുള്ളത് ഡബിൾ ബാർസ് ആണ്. ഡബിൾ ബാർസ് എന്താണെന്ന് വെച്ചാൽ ബേസിക്കലി നമ്മളുടെ ഈ കോളത്തും ഈ ഫൂട്ടിങ്ങിന്റെ ബോട്ടവും നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഡബിൾ ബാർസ് കൊടുത്തിരിക്കുന്നത്. അത് 6 നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. അത് 16 mm ഡയമീറ്റർ ആണ് ഡബിൾ ബാർസ് കൊടുക്കുന്നത്. അതിനൊരു ബെഞ്ചും പറയുന്നുണ്ട് ഇവിടെ 15 സെന്റിമീറ്റർ. പിന്നെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ടൈ, അതായത് നമ്മളുടെ ലാറ്ററൽ ടൈസ്, അത് 10 mm ലാറ്ററൽ ടൈ ആണ്. 15 സെന്റിമീറ്റർ ആണ് പിച്ച്. പിച്ച് എന്ന് പറഞ്ഞാൽ അതിന്റെ സെൻട്രൽ ഡിസ്റ്റൻസ് തന്നെ. പിന്നുള്ളത് വെർട്ടിക്കൽ ബാർസ് ആണ്. വെർട്ടിക്കൽ ബാർസ് 6 നമ്പേഴ്സ് ആണ്. അത് 16 mm ഡയ. അപ്പൊ നമ്മുടെ സർക്കുലർ സെക്ഷനിലെ മിനിമം നമ്പർ ഓഫ് ബാർ 6 ആയിരിക്കണമെന്നുണ്ട്. അപ്പൊ അത് ഓർത്ത് വെക്കാം. അപ്പൊ നമ്മളുടെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഇത്രയുള്ള ഈ ബീം കണ്ടുപിടിക്കേണ്ട, ഈ കോളം മുതൽ താഴോട്ട് കണ്ടുപിടിച്ചാൽ മതി. നമ്മുടെ ഈ കോളം, ഈ ഫൂട്ടിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇങ്ങനെയാണ് നമ്മളുടെ ഈ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. അപ്പൊ ഇതിന് എങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് അപ്രോച്ച് ചെയ്യാന്ന് ചോദിച്ചാൽ, ഇത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ എഴുതി കാണിക്കുന്നുള്ളൂ. ടേബിൾ ഫോർമാറ്റിലേക്ക് കാണിക്കുന്നില്ല. ടേബിൾ എഴുതി എടുക്കാൻ കുറച്ച് ടൈം എടുക്കുന്നതുകൊണ്ട് ജസ്റ്റ് ഞാൻ നിങ്ങളെ എഴുതി കാണിക്കുന്നേ ഉള്ളൂ എങ്ങനെയാണ് ഇതിന്റെ എഴുതി തുടങ്ങേണ്ടതെന്ന്. അപ്പൊ എഴുതി തുടങ്ങുകയാണെങ്കിൽ ഫസ്റ്റ് എന്താ പറയേണ്ടത്? എപ്പോഴും നമ്മൾ ബോട്ടത്തിൽ ആണല്ലോ തുടങ്ങേണ്ടത്. ഫസ്റ്റ് നമുക്ക് എർത്ത് വർക്ക് എക്സ്പ്രഷൻ. കാര്യം എന്താണ്? ഗ്രൗണ്ട് ലെവലിൽ താഴെയാണ് കാണിച്ചിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായെന്നാണ് വിചാരിക്കുന്നത്. എന്താണ് ക്വസ്റ്റ്യൻ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന്. ക്വസ്റ്റ്യനിൽ ആർക്കും ഡൗട്ട് ഉണ്ടോ? എങ്ങനെയാണ് ഫിഗർ വന്നിരിക്കുന്നത്, ഫിഗർ എങ്ങനെയാണ് വരച്ചതെന്നുള്ള കാര്യത്തിൽ ആർക്കും ഡൗട്ട് ഉണ്ടോ? എല്ലാ ഡയമെൻഷനും വന്നിട്ടുണ്ട്. ഗ്രൗണ്ട് ലെവൽ വന്നിട്ടുണ്ട്. അതിന്റെ മുകളിലേക്കാണ് പ്ലിന്ത് ലെവൽ വരെ സ്ക്വയർ ആണ്. അതിന്റെ മുകളിലോട്ടാണ് സർക്കുലർ ആയിട്ടുള്ളത്. സ്ക്വയറിന്റെ ഒക്കെ ഡയമെൻഷൻ 35 ബൈ 35 ആണ്. പ്ലിന്ത് വരെയുള്ള കോളത്തിന്റെ നമ്മുടെ ഡയമെൻഷൻ. അതിന് ശേഷം മുകളിലോട്ട് സർക്കുലർ 30 സെന്റിമീറ്റർ ഡയമീറ്റർ ആണ്. ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ ആർക്കും ഡൗട്ട് ഉണ്ടോ? എങ്ങനെയാണ് ക്വസ്റ്റ്യൻ മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? അതിന് റെസ്പോണ്ട് ചെയ്യും.
ആരെങ്കിലും റെസ്പോണ്ട് ചെയ്യും. ക്വസ്റ്റ്യൻ മനസ്സിലാകാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടോ? മനസ്സിലായി സർ. ഓക്കെ, സോ ബേസിക്കലി നമ്മൾ ഫസ്റ്റ് എഴുതേണ്ടത് എന്താണെന്ന് അറിയാലോ. ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഞാൻ എഴുതി കാണിച്ചുതരാം. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ എഴുതാൻ പോകുന്നത് എർത്ത് വർക്ക് ഇൻ എക്സ്കവേഷൻ തന്നെയാണ്. അപ്പൊ ഞാനിത് നോട്ട്സ് പ്രിപ്പയർ ചെയ്തപ്പോഴും ടേബിൾ ഫോമാറ്റിലല്ല, പക്ഷെ നിങ്ങൾ എഴുതുമ്പോൾ ഒരു ടേബിൾ ഫോമാറ്റിൽ എഴുതണം, എന്നാലേ എഴുതുള്ളൂ. ഞാൻ ടേബിൾ ഫോമാറ്റിൽ ആൾക്കാർ എഴുതില്ല, നിങ്ങൾക്ക് മനസ്സിലാവും എന്നാണ് വിചാരിക്കുന്നത്. സോ എർത്ത് വർക്ക് ഇൻ എക്സ്കവേഷൻ ആണ് ഫസ്റ്റ് ഉള്ളത്. എർത്ത് വർക്ക് ഇൻ എക്സ്കവേഷൻ ഫൗണ്ടേഷൻ. എർത്ത് വർക്ക് എവിടെ മുതലാണ് വരിക? ഗ്രൗണ്ട് ലെവലിൽ നിന്ന് താഴോട്ട്. നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കിയാൽ എവിടെയാണ് ഗ്രൗണ്ട് ലെവൽ ഉള്ളത്? ഇവിടെയാണ് ഗ്രൗണ്ട് ലെവൽ ഉള്ളത്. എത്ര താഴോട്ട് പോകണം? ഗ്രൗണ്ട് ലെവൽ കൺസിഡർ 75 + 8 അല്ലെ. ഗ്രൗണ്ട് ലെവലിൽ നിന്ന് 75 സെന്റിമീറ്റർ + 8 സെന്റിമീറ്റർ, മൊത്തം 83 സെന്റിമീറ്റർ താഴോട്ട് പോകണം. എന്തായിരിക്കണം സൈസ്? നമ്മളുടെ 2x2 ആയിരിക്കണം ഈ എക്സ്കവേഷന്റെ സൈസ് അല്ലെ. അതായത് അത്രയും ഭാഗത്ത് കൂടിയെടുക്കണം. 2x2 2 മീറ്റർ × 2 മീറ്റർ / 83 സെന്റിമീറ്റർ ആണ്. അപ്പൊ 83 സെന്റിമീറ്റർ ഡെപ്തിൽ 2 മീറ്റർ സ്ക്വയർ, 2 × 2 4 മീറ്റർ സ്ക്വയർ ഉള്ള ഒരു എക്സ്കവേഷൻ ആണ് നമ്മൾ നടത്തേണ്ടത്. അപ്പൊ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് എഴുതേണ്ടത്. 2x2 ആണ് ഇതിന്റെ ഏരിയ, ഡെപ്ത് 0.83. അപ്പൊ ഇത് ഞാൻ എഴുതുന്നില്ല, ഓരോന്നും എന്തൊക്കെയാണെന്ന് നിങ്ങളത് ടേബിൾ ഫോമാറ്റിൽ നിങ്ങൾ അതിന് എഴുതിക്കോ. ആൻസർ വരുന്നത് എന്താണ്? 3.32 മീറ്റർ ക്യൂബ് ആണ് നമ്മളുടെ എർത്ത് വർക്ക് എക്സ്കവേഷൻ വരുന്നത്. ഇനി നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നെക്സ്റ്റ് എഴുതേണ്ടത് സിമെന്റ് കോൺക്രീറ്റ് ആണ്. നമ്മൾ സിമെന്റ് കോൺക്രീറ്റ് ഇൻ ബേസ്, അത് 1:4:8 എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പൊ അത് എത്ര നോക്കാം. അത് നമ്മൾ പറഞ്ഞിട്ടുള്ളത് എവിടെയാണ്? നമ്മൾ ഈ ഫൗണ്ടേഷൻ താഴെ കൊടുത്തിരിക്കുന്ന ഒരു സിമെന്റ് കോൺക്രീറ്റ് ബേസ് ആണ്. അതിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എന്താണ്? 2x2 തന്നെ വരും. ഡെപ്ത് എന്ത് വരും? ഡെപ്ത് ഇവിടെ ഒരു 8 സെന്റിമീറ്റർ കാണുന്നില്ലേ? അതായത് കുറച്ചും കൂടി സൂം ചെയ്ത് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ 8 സെന്റിമീറ്റർ, ഇനി മൗസ് പോയിന്റർ പോകുന്ന ആദ്യത്തെ 8 സെന്റിമീറ്റർ നമ്മൾ കോൺക്രീറ്റ് ഫൗണ്ടേഷൻ ആണ്. പിന്നെ അതിന്റെ മുകളിലോട്ടാണ് ശരിക്കും നമ്മളുടെ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് വരുന്നത്. ഈ ലൈനിന്റെ മുകളിലോട്ടാണ് റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് വരുന്നത്. അപ്പൊ ഇത് നമ്മൾ താഴെ ഒരു ബേസ് എന്ന രീതിയിൽ 8 സെന്റിമീറ്റർ തിക്കായിട്ട് നമ്മളൊരു PCC കൊടുക്കുന്നുണ്ട്, സിമെന്റ് കോൺക്രീറ്റ് കൊടുക്കുന്നുണ്ട്, പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റ്. അത് 1:4:8 ആണ് കൊടുക്കുന്നത്. അപ്പൊ അതിന്റെ വോളിയം എന്ത് വരും? 2 × 2, അതാണ് നമ്മളുടെ ഏരിയ. എന്താണ് ഡെപ്ത് വരിക? 8 സെന്റിമീറ്റർ, അതായത് 0.08 മീറ്റർ ആണ് ഡെപ്ത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 0.32 മീറ്റർ ക്യൂബ് ആണ് സിമെന്റ് കോൺക്രീറ്റ് ഫൗണ്ടേഷനിലുള്ളത്. പിന്നെ നെക്സ്റ്റ് കൊടുക്കേണ്ടത് പറയാൻ പോകുന്നത് നമുക്ക് RCC വർക്കുകളാണ്. RCC വർക്ക് 1:2:4 ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫൂട്ടിങ് അതിനകത്ത് എഴുതിക്കോ. ഇതിപ്പോ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന RCC വർക്ക്, ഇത് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എക്സ്ക്ലൂഡിങ് ഓൾ സ്റ്റീൽ ആൻഡ് ബെൻഡിങ് ബട്ട് ഇൻക്ലൂഡിങ് സെന്ററിങ് ആൻഡ് ഷട്ടറിങ്. അതായത് RCC വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മളിപ്പോ സബ് കോൺട്രാക്ടർക്ക് കൊടുക്കുമ്പോൾ അവർ വന്ന് അതിന്റെ എല്ലാ ഫോം വർക്കും അടിച്ച് സെന്റർ ചെയ്ത് തരും. ആ റേറ്റ് ഉൾപ്പെടെയാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ എഴുതുന്നത്. എക്സ്ക്ലൂഡിങ് സ്റ്റീൽ എന്ന് പറഞ്ഞാൽ എന്താ സംഭവം വെച്ചാൽ, ഇതിനകത്തുള്ള റീഇൻഫോഴ്സ്മെന്റ് ഒന്നും അവർ ചെയ്തു തരില്ല. അവർ ജസ്റ്റ് നമുക്ക് എന്താണ് ഷേപ്പ് വേണ്ടത് ആ ഷേപ്പിൽ അവർ ഫോം വർക്ക് അടിച്ചു തരും. അതിന്റെ കൂടെ അവർ കോൺക്രീറ്റ് എത്തിക്കുകയും ചെയ്യും എന്നാണ് പറയുന്നത്. എക്സ്ക്ലൂഡിങ് സ്റ്റീൽ ആൻഡ് ഇറ്റ്സ് ബെൻഡിങ് ബട്ട് ഇൻക്ലൂഡിങ്, നമ്മൾ സ്ഥിരം എഴുതുന്ന കാര്യമാണ് ഇൻക്ലൂഡിങ് സെന്ററിങ് ആൻഡ് ഷട്ടറിങ്. സെന്ററിങ് ആൻഡ് ഷട്ടറിങ് ഒക്കെ നമ്മുടെ സബ് കോൺട്രാക്ടർ ചെയ്തു തരുന്ന രീതിയിലാണ് എഴുതുന്നത്. ഇൻക്ലൂഡിങ് സെന്ററിങ് ആൻഡ് ഷട്ടറിങ് എഴുതിയാൽ മതി. സോ അത് എത്രയാണ് എന്നുള്ളത് നോക്കിക്കോ. അപ്പൊ നമ്മൾ ഇതിനകത്ത് 2 പാർട്ടായിട്ടാണ് എഴുതാൻ. കാണാൻ കഴിയുമല്ലോ അല്ലെ? എഴുതുന്നത് എന്താണ്? ഓക്കെ, അപ്പം നമുക്കിത് 2 പാർട്ടായിട്ടാണ് നമുക്ക് എഴുതാൻ. അപ്പം ബേസിക്കലി നമ്മൾ ഫൂട്ടിങ്ങിലാണ് പറയുന്നത്. അപ്പൊ നമ്മളിവിടുത്തെ കോളം നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല, അതായത് ഗ്രൗണ്ട് ലെവലിൽ താഴെയുള്ള കാര്യം മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ നമ്മൾ മുകളിലത്തെ ഈ സ്ക്വയർ സെക്ഷൻ എടുക്കണ്ട, സർക്കുലർ സെക്ഷൻ എടുക്കണ്ട, കോളം കൺസിഡർ ചെയ്യുന്നില്ല, ജസ്റ്റ് ഈ ഫൂട്ടിങ് മാത്രം. ഫൂട്ടിങ്ങിന്റെ എവിടെ മുതലാണ് വരിക? ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഡെപ്ത്
75 സെന്റിമീറ്റർ താഴെ വരെയുള്ള ഡെപ്ത്, അതാണ് നമ്മുടെ സ്ലിം ഫൂട്ടിങ്ങിന്റെ ഡെപ്ത് ഓഫ് ഫൂട്ടിംഗ് എന്ന് പറയുന്നത് 75 സെന്റിമീറ്റർ ആണ്. പിന്നെ അതിന്റെ താഴോട്ടുള്ള 8 സെന്റിമീറ്റർ ഞാൻ പറഞ്ഞ പോലെ PCC ആണ്, അതെടുക്കണ്ട. അപ്പം ഈ 75 സെന്റിമീറ്റർ വരെയുള്ള എടുത്താൽ മതി. അപ്പൊ എന്താണ് അത് പറഞ്ഞിരിക്കുന്നത് നോക്കിയേ, ആദ്യത്തെ 25 സെന്റിമീറ്റർ ഹൈറ്റില്, ഈ ഹൈറ്റ് ആദ്യത്തെ 25 സെന്റിമീറ്റർ ഹൈറ്റ് എന്താണ്, യൂണിഫോം സെക്ഷൻ ആണ്, അതായത് സെക്ഷനിൽ മാറ്റമില്ല. അതിന്റെ മുകളിലോട്ടാണ് 25 സെന്റിമീറ്റർ കഴിഞ്ഞാൽ പിന്നെ അതിന്റെ മുകളിലോട്ടാണ് ടേപ്പർ ചെയ്തിട്ട് വരുന്നത്. അപ്പം 2 സെക്ഷൻ ആയിട്ട് എഴുതുക. ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒരു റെക്ടാങ്കുലർ പാർട്ട് അല്ലെങ്കിൽ ക്യൂബിക്കൽ പാർട്ടും ട്രപ്പിസോഡൽ പാർട്ടും ഇട്ട് എഴുതാം. അപ്പൊ എന്താണ് എഴുതുമ്പോൾ ക്യൂബിക്കൽ പാർട്ടും പ്ലസ് ട്രപ്പിസോഡൽ പാർട്ടും ഇട്ട് എഴുതണം. ഓക്കെ, അപ്പം ഇത് നമ്മളുടെ ഈ പാർട്ട് 1 എന്ന് പറയുന്നത് ഈ ഭാഗം വരും. അതായത് അതിന്റെ ഡയമെൻഷൻ എന്താണ് വരിക, 2/2 മൾട്ടിപ്ലൈഡ് ബൈ അതിന്റെ ഡെപ്ത് 0.25 അല്ലെ, അങ്ങനെയല്ലേ വരിക? ആർക്കും ഡൗട്ട് ഉണ്ടോ? 2/2 ബൈ 0.25, അതായത് 2 × 2 ആണ് അതിന്റെ ഏരിയ, ഡെപ്ത് 0.25. ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ക്ലിയർ അല്ലേ? ആരും റെസ്പോണ്ട് ചെയ്യും. ഓക്കെ, സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ട്രപ്പിസോഡ്. അപ്പൊ ട്രപ്പിസോഡിൽ പാർട്ട് എടുക്കുമ്പോൾ അത് കുറച്ച് ട്രിക്കിയാണ്, കുറച്ചൊരു ഇക്വേഷൻ യൂസ് ചെയ്യേണ്ടി വരും. വലിയ ട്രിക്കി നല്ല, സ്റ്റിൽ നമുക്കൊരു ഇക്വേഷൻ യൂസ് ചെയ്യേണ്ടി വരും. കാര്യം ഇതിങ്ങനെ ട്രപ്പിസോഡിലാണ്, ഇതൊരു യൂണിഫോം ആയിട്ടല്ല വരുന്നത്. അത് താഴെ 2 മീറ്റർ ബൈ 2 മീറ്റർ ആണ്, മുകളിൽ എത്തുമ്പോൾ അത് എന്ത് വരും, 35 സെന്റിമീറ്റർ എന്നൊക്കെ രീതിയിലേക്ക് കുറയും. അപ്പൊ അതിന്റെ ഏരിയ വോളിയം കണ്ടുപിടിക്കാൻ നിങ്ങളുടെ ഇക്വേഷൻ ആണ് ഞാൻ ഇപ്പോൾ അവിടെ എഴുതാൻ പോകുന്നത്. അപ്പം എന്താണ് ഇക്വേഷൻ എന്ന് വെച്ചാൽ h/6 × A1 + A2 + 4AM എന്നാണ് ഇക്വേഷൻ. അപ്പൊ A1 എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമ്മളുടെ ബോട്ടത്തിലുള്ള ഏരിയ 2 × 2 4 മീറ്റർ വരും, 4 മീറ്റർ സ്ക്വയർ. A2 എന്ന് പറയുന്നത് എന്ത് വരും, നമ്മളുടെ ടോപ്പിലുള്ള ഏരിയ, അത് വെച്ചാൽ 0.35 × 0.35 എന്ത് വരും, 0.1225 മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞു വരും. ഇതാണ് A1 A2. എന്തൊക്കെയാണ് ടേംസ് മനസ്സിലായല്ലേ? പിന്നെ AM എന്ന് പറഞ്ഞാൽ എന്ത് വരും, AM എന്ന് പറഞ്ഞാൽ നമ്മുടെ മീഡിയൻ ഏരിയ ആണ്, അതായത് അതിന്റെ ആവറേജ് എടുത്തിട്ടുള്ള ഏരിയ, അതായത് 2 + 0.35/2 സ്ക്വയർ. ഇതാണ് നമ്മളുടെ AM എന്ന് പറഞ്ഞു വരുന്നത്. അപ്പം അത് എന്ത് വരും, 2.35 സ്ക്വയർ/4 എന്ന് പറഞ്ഞു വരും. ഇതിങ്ങനെ എഴുതുക. ഇതാണ് നമ്മളുടെ A1 A2 AM. അപ്പൊ A1 A2 AM എന്താന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ A1 A2 AM മനസ്സിലാകാത്തതായിട്ട്? സർ ഒന്നുകൂടി പറയൂ. അതായത് എന്തുകൊണ്ടാണ് വോളിയം എടുക്കുന്നത് മനസ്സിലായിട്ടില്ലേ? ഇത് രണ്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഫസ്റ്റ് പാർട്ട് താഴത്തെ ആ ഒരു ഏരിയ, അത് ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ട് മനസ്സിലായില്ലേ? ഓക്കെ, അപ്പൊ ഈ സെക്കൻഡ് പാർട്ടിന്റെ ഇക്വേഷൻ ആണോ ഡൗട്ട് ഉള്ളത്? ഓക്കെ, അപ്പൊ സെക്കൻഡ് പാർട്ടിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതൊരു ട്രപ്പിസോഡൽ ഏരിയ, അതായത് ഇങ്ങനെ ഒരു ഏരിയ ഞാൻ വരച്ചു കാണിക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് നമ്മളുടെ ഏരിയ വന്നിരിക്കുന്നത് വിചാരിക്കാം. ഇതിന്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഇത്. അപ്പൊ A1 എന്ന് പറഞ്ഞാൽ താഴത്തെ ഏരിയ ആണ് A1, ഇതാണ് A2. അപ്പൊ പിന്നുള്ളത് AM എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാം, താഴത്തെ മുകളിലത്തെ ഡയമെൻഷന്റെ മീൻ ആയിരിക്കും AM, മീൻ ഓഫ് A1 ആയിരിക്കും. ഇപ്പൊ ഇതിപ്പം X ഇത് Y ആണ് വിചാരിക്കാം, ഈ ഡയമെൻഷൻ AM എന്ന് പറഞ്ഞാൽ x+y/2 ഹോൾ സ്ക്വയർ ആണ് വരിക. അപ്പൊ അതൊരു സ്ക്വയർ ആയിട്ട് എടുത്തിട്ട് അത്രയും ഉള്ള സൈഡിലുള്ള സ്ക്വയർ ആക്കിയാണ് കൺസിഡർ ചെയ്യുന്നത്. മനസ്സിലായോ? A1 A2 AM. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് A1 A2 AM എന്ന് പറഞ്ഞാൽ ഇത്. എന്നിട്ട് നമ്മൾ ഈ ഇക്വേഷനിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് എടുക്കുക. ഇപ്പൊ നമുക്കിപ്പോ കുറച്ചും കൂടി ലക്കി ആയാലും എപ്പോഴാണെന്നറിയാം, ഇതിപ്പം ഇപ്പൊ താഴത്തെ ഏരിയ ഇപ്പം എന്താണ്, ഇപ്പം താഴത്തെ ഏരിയ ഇപ്പം ഒരു
2/2 മുകളിൽ വരുന്ന ടേപ്പർ ചെയ്ത് വരുന്ന സെക്ഷൻ ഒരു 1/1 ആയിരുന്നെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഇതിന്റെ ആവറേജ് എടുത്തിട്ട് ഹൈറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയായിരുന്നു. പക്ഷെ ഇത് ശരിക്കും നമുക്ക് ചെയ്യാൻ കഴിയില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു നോർമൽ രീതിയിലല്ല ഇത് പോകുന്നത്. ഇത് കറക്റ്റ് ഹാഫ് എന്ന രീതിയിലാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതിന്റെ ആവറേജ് എടുത്തിട്ട് ഹൈറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ നമുക്ക് കിട്ടുമായിരുന്നു. പക്ഷെ ഇവിടെ എങ്ങനെ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇക്വേഷൻ എഴുതുന്നത് A1 + A2 + 4am × h/6. അപ്പൊ h എന്ന് പറഞ്ഞാൽ അറിയാലോ, h എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇവർ തമ്മിലുള്ള ഡിഫറൻസ് ആണ് h എന്ന് പറയുന്നത്. h = എന്താണ് h? 50 സെന്റിമീറ്റർ ആണ് ഇവിടെ h അല്ലെ. അതായത് 2/2 സൈസ് ഉള്ളതെന്നും 0.35/0.35 സൈസ് ഉള്ള തമ്മിലുള്ള ഡിഫറൻസ് ആ h 0.5 മീറ്റർ ആണ്. = 0.5 മീറ്റർ. അപ്പൊ നമ്മൾ അതിന്റെ RCC വർക്കിന്റെ ഇക്വേഷൻ എഴുതാം. അപ്പൊ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും രണ്ട് പാർട്ട്. അപ്പൊ ആദ്യത്തെ ബോട്ടം പാർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? 2/2/0.25 പ്ലസ് h/6 എന്ന് പറഞ്ഞാൽ 0.5/6 × A1 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടിയത്? 4 അല്ലേ കിട്ടിയത്. A2 കിട്ടിയത് എത്രയാണ്? 0.1125 പ്ലസ് A3 കിട്ടിയതെന്ന് പറഞ്ഞാൽ AM എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയത് 2.35² ആണ്. അപ്പം 4am എന്നാണ് നമ്മൾ ഇക്വേഷൻ. 4 × 2.35² ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പൊ നമുക്ക് ടോട്ടൽ കണ്ടുപിടിക്കാം. എന്ത് വരും? 1 വരും. രണ്ടാമത്തത് എന്ത് വരും? കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞേ ഈ വാല്യൂ. ആരെങ്കിലും വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് പറ. ജ്വൽ പ്രകാശ് ഉണ്ടോ? ജ്വൽ പ്രകാശ് ആരെങ്കിലും പറ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തിട്ട്. അഭിനവ് എന്തായിട്ട് വാല്യൂ? സാർ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. സാർ 1.8. അപ്പം ഓക്കെ. അപ്പൊ ഇത് സെക്കൻഡ് പാർട്ടിന്റെ 0.804 നോക്കും. അപ്പൊ ടോട്ടൽ നമുക്ക് 1.804 മീറ്റർ ക്യൂബ് കിട്ടും. ഇതാണ് നമ്മുടെ ടോട്ടൽ RCC വർക്ക് എവിടത്തെ ഫൂട്ടിങ്ങിലുള്ളത്. ഇനി നാലാമത്തെ എന്താ ചെയ്യേണ്ടത്? നമ്മൾ RCC വർക്കിൽ കോളം അത് എബോവ് പ്ലിന്ത് ആണ് പറയുന്നത് കേട്ടോ. അല്ല, എബോവ് ഗ്രൗണ്ട് ലെവൽ. എബോവ് ഗ്രൗണ്ട് ലെവൽ നോക്കിക്കോ. നമ്മുടെ ഗ്രൗണ്ട് ലെവലിന്റെ മുകളിലേക്ക് 2 പാർട്ട് വരും കോളത്തിന്. അപ്പം എന്താണ്? ആദ്യത്തെ ഒരു 60 സെന്റിമീറ്റർ ഹൈറ്റിൽ സ്ക്വയർ കോളം, പിന്നെ ഉള്ളത് എന്താണ് വരിക? 3.3 മീറ്ററിൽ സർക്കുലർ കോളാണ് വരിക. അപ്പൊ അത് രണ്ടും നമ്മൾ എഴുതുക. അത് വെരി സിമ്പിൾ ആണ്. എന്താ നോക്കിയാലും എഴുതുന്ന സമയത്ത് ഏരിയ എന്ന് പറയുന്നത് എന്ത് വരും? 0.35/0.35 × 0.6 ആണ് നമ്മുടെ സ്ക്വയർ പാർട്ടിന്റെ സ്ക്വയർ സെക്ഷൻ ഉള്ള കോളത്തിന്റെ വോളിയം. പിന്നെ സർക്കുലർ സെക്ഷൻ ഉള്ളതിന്റെ വോളിയം വരുന്നത് എന്താണ്? ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കുക. സർക്കുലർ സെക്ഷന്റെ ഏരിയ കണ്ടുപിടിക്കുക. 5/4 × 3.3² മൾട്ടിപ്ലൈഡ് ബൈ 3.3 അങ്ങനെ കിട്ടും. അപ്പം അത് ജസ്റ്റ് എഴുതുക. സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും. എല്ലാവർക്കും മനസ്സിലാണെന്ന് വിചാരിക്കുന്നു. ആദ്യത്തെ പാർട്ട് 1 എന്ന് പറഞ്ഞാൽ സ്ക്വയർ കോളം. സ്ക്വയർ പാർട്ടിന്റെ എന്ത് വരും? 0.35 × 0.35 ഹൈറ്റ് 0.6 വരും. അതുപോലെ തന്നെ നമ്മളുടെ സർക്കുലർ പാർട്ടിന്റെ 5/4 × 0.3² × 3.3 വരും. ടോട്ടൽ രണ്ടും കൂടി ആഡ് ചെയ്ത് വരുമ്പോൾ എന്താണ് ആൻസർ വരിക? ഇത് സ്ക്വയർ പാർട്ടും സ്ക്വയർ സെക്ഷനും ഇത് സർക്കുലർ സെക്ഷനാണ്. എന്താണ് വരിക? ടോട്ടൽ 0.307 മീറ്റർ ക്യൂബ് കിട്ടും. ഇതാണ് നമ്മുടെ കോളത്തിലുള്ള ഗ്രൗണ്ട് ലെവലിന്റെ മുകളിലോട്ടുള്ള RCCന്റെ വോളിയം. അതായത് ഗ്രൗണ്ട് ലെവലിന് മുകളിലോട്ടുള്ള പ്ലിന്ത് ലെവലും കഴിഞ്ഞ് ഇവിടം വരെയുള്ള നമ്മളുടെ
RCCന്റെ വോളിയം. അപ്പൊ RCCന്റെ വോളിയം എടുക്കുന്ന എല്ലാവർക്കും മനസ്സിലായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. അത് നമ്മുടെ കോൺക്രീറ്റിന്റെ വോളിയം. ഇതും നിങ്ങൾ നേരത്തെ എഴുതിയ സെയിം കമന്റ് തന്നെ എഴുതണം. എന്താ എഴുതേണ്ടത്? എക്സ്ക്ലൂഡിങ് സ്റ്റീൽ ആൻഡ് ഇറ്റ്സ് ബെൻഡിങ് ബട്ട് ഇൻക്ലൂഡിങ് സെന്ററിങ് ആൻഡ് ഷട്ടറിങ്. അതായത് നമ്മൾ ഇപ്പൊ സെന്ററിങ് ആൻഡ് ഷട്ടറിങ് നമ്മൾ ഇവിടെ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ കൂടെ തന്നെ നമുക്ക് എസ്റ്റിമേഷൻ കൊടുക്കാവുന്നതാണ്. അതിന് സെപ്പറേറ്റ് ആയിട്ട് എസ്റ്റിമേഷൻ കണ്ടെത്തണ്ട എന്ന രീതിയിലാണ് നമ്മൾ പോകുന്നത്. ആ ടേംസ് നിങ്ങൾ ആ സെന്റൻസ് നിങ്ങളോട് എഴുതണം. അതായത് എക്സ്ക്ലൂഡിങ് സ്റ്റീൽ ആൻഡ് ഇറ്റ്സ് ബെൻഡിങ്, അതായത് സ്റ്റീലിന്റെ വർക്ക് അകത്തുള്ള റീഇൻഫോഴ്സ്മെന്റ് വർക്കൊക്കെ വേറെ ആയിട്ടാണ് കൂട്ടുന്നത്. പക്ഷെ അതിന്റെ ഫോം വർക്ക്, സെന്ററിങ്, ഷട്ടറിങ് ഉൾപ്പെടെയുള്ളതൊക്കെ ഇതിന്റെ കൂടെ തന്നെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് അതിന്റെ വാല്യൂ ഒക്കെ നമ്മൾ അത് അവർ കോംപ്ലിമെന്ററി ആയിട്ട് ചെയ്തു തരുന്നതാണ് നമ്മുടെ അസംഷൻ. അതായത് ആരാണ് നമുക്ക് സബ് കോൺട്രാക്ടർ, അവർ നമുക്ക് കോംപ്ലിമെന്ററി ആയിട്ട് ചെയ്ത് തരും എന്നാണ് നമ്മളുടെ അസംഷൻ ഇവിടെ. പക്ഷെ അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അവർ എമൗണ്ട് റേറ്റ് ചോദിക്കുകയാണെങ്കിൽ അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യണം. പക്ഷെ ഇവിടെ നമ്മളുടെ എളുപ്പത്തിന് അങ്ങനെ അസ്യൂം ചെയ്താണ്. അപ്പം നമ്മൾ ഇതുവരെ RCCന്റെ കഴിഞ്ഞു. ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളുടെ സ്റ്റീൽ വർക്കുകളാണ്. സ്റ്റീൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്റ്റീൽ വർക്ക് ചെയ്യാം. നമ്മൾ ചെയ്യുന്നത് സ്റ്റീൽ വർക്കാണ്. അപ്പൊ അതാണ് നമ്മുടെ RCC എല്ലാം കഴിഞ്ഞു. ഫസ്റ്റ് എത്രയൊക്കെ സ്റ്റീൽ മെമ്പേഴ്സ് എന്ന് നോക്കിയേ. ഫസ്റ്റ് നോക്കേണ്ടത് ഏറ്റവും താഴെ കാണുന്ന 12 mm ബാർസ്, ബോത്ത് വേസിലുള്ള 12 mm ബാർസ്. അപ്പൊ ഇതിന്റെ കവർ പറഞ്ഞിരിക്കുന്നത് 40 സെന്റിമീറ്റർ ആണ് രണ്ട് സൈഡിലും. താഴത്തെ കവർ 50 സെന്റിമീറ്റർ പറഞ്ഞിട്ടുണ്ട്. രണ്ട് സൈഡിലും 40 സെന്റിമീറ്റർ ആണ് രണ്ട് സൈഡിലും കവർ. താഴത്തെ ബോട്ടം കവർ 50 സെന്റിമീറ്റർ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ താഴത്തെ ഏറ്റവും റീഇൻഫോഴ്സ്ഡ് വരുന്നത് 12 mm ബാർസ് അറ്റ് 15 സെന്റിമീറ്റർ സെന്റിമീറ്റർ രണ്ട് സൈഡിലേക്കും കൊടുത്തിട്ടുള്ളതാണ്. അതായത് ഇതാണ് നമ്മളുടെ സപ്പോസ് ഇപ്പൊ ഇതാണ് നമ്മളുടെ ഫിഗർ എങ്കിൽ ഇതാണ് നമ്മുടെ ഫൗണ്ടേഷൻ ബോട്ടെങ്കിൽ നമ്മൾ റീഇൻഫോഴ്സ്മെന്റ് രണ്ട് സൈഡിലേക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. എല്ലാം 15 സെന്റിമീറ്റർ സെന്ററും 12 mm ബാർസും ഇങ്ങനെ കൊടുത്തിട്ടുള്ളതാണ്. അപ്പം അതിന്റെ RCC വർക്കാണ് നമ്മൾ ഇനി ഇവിടെ എഴുതാൻ പോകുന്നത്. ഇപ്പൊ ഫസ്റ്റ് എഴുതിക്കോ RCC വർക്ക് സ്റ്റീൽ റീബാർസ് ഇൻക്ലൂഡിങ് ബെൻഡിങ് ആണ് എല്ലാം. ഇൻക്ലൂഡിങ് ബെൻഡിങ് എന്ന് പറയുമ്പോൾ എന്താണ് ബെൻഡിങ് എന്ന് പറയുമ്പോൾ നമുക്കത് ബാർ ബെൻഡ് ചെയ്യേണ്ടൊക്കെയുള്ള കോസ്റ്റ് ഇതിനകത്ത് കൂട്ടുന്നുണ്ട് എന്നാണ് ഇൻക്ലൂഡിങ് ബെൻഡിങ് എന്നാണ്. അപ്പൊ ആദ്യത്തെ നമ്മുടെ ബാർ എന്ന് പറയുന്നത് എന്താണ് 12 mm ഡയ ബാർസ്. എവിടെ ഉള്ളത്? അതിന്റെ യൂണിറ്റ് വെയിറ്റ് 0.8 kg/m ആണ്. ഇൻ ബേസ് ഫൂട്ടിങ്ങിലുള്ള ബാറുകൾ. ബേസ് ഫൂട്ടിങ്ങിലുള്ള ബാറുകളാണ് അതിന് 12 mm ബാർസ് ഉള്ളത്. എന്താന്ന് നോക്കാം. അപ്പൊ അത് എത്ര എണ്ണം ഉണ്ടാവും നോക്കാം. നമ്മൾ പണ്ട് കണ്ടുപിടിച്ച ബാർസിന്റെ നമ്പർ കണ്ടുപിടിച്ച സെയിം ഇക്വേഷൻ വെച്ച് നമ്പേഴ്സ് കണ്ടുപിടിക്കണം. ഈ 2 മീറ്റർ ലെങ്ത്തിൽ എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന്, ഒരു സൈഡിൽ എത്ര നമ്പേഴ്സ് ഉണ്ട്, അങ്ങനെ മറ്റേ സൈഡിൽ എത്ര നമ്പേഴ്സ് ഉണ്ട്. അപ്പൊ രണ്ടും കൂടി നമുക്ക് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു വേല് ഇത്ര നമ്പേഴ്സ്, മറ്റേ വേല് ഇത്ര നമ്പേഴ്സ്, രണ്ട് കണ്ടുപിടിക്കണം. ടോട്ടൽ നമ്പേഴ്സ് കിട്ടും. എന്നിട്ട് ഓരോന്നിന്റെ ലെങ്ത്തും കണ്ടുപിടിക്കുക. എന്നിട്ട് ലെങ്ത്തിനെ നമ്പർ ഓഫ് ബാർസ് നമ്മൾ എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ ലെങ്ത് കിട്ടും. എന്നിട്ട് ടോട്ടൽ ലെങ്ത്തിനെ എന്ത് ചെയ്യുക, നമ്മളെ യൂണിറ്റ് വെയിറ്റ് എന്ന് പറയുന്നത് 0.8 kg ആണ്. kg/m ആണ് 12 mm ബാർസിന്റെ. അത് നമുക്ക് എഴുതുക. അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ വെയിറ്റും കിട്ടും. അതാണ് നമ്മളുടെ പ്രൊസീജിയർ. നമുക്കൊന്ന് എഴുതി നോക്കാം. അപ്പൊ ആദ്യം നമ്പർ ഓഫ് ബാർസ് കണ്ടുപിടിക്കണം. നമ്പർ ഓഫ് ബാർസ് വൺ വേ കേട്ടോ. ഒരു വേയിലുള്ള നമ്പർ ഓഫ് ബാർസ് എന്ന് പറയുന്നത് എന്താണ്? 2 മീറ്റർ ആണ് ഇതിന്റെ നമ്മളുടെ ലെങ്ത്. രണ്ട് സൈഡിലെ കവർ എന്ന് പറഞ്ഞാല് 40 + 40 ആഡ് ചെയ്യുമ്പോൾ 8 കിട്ടും. അത് കുറയ്ക്കുക രണ്ട് സൈഡിലെ കവർ. ഡിവൈഡ് ബൈ ഇതിന്റെ സ്പേസിംഗ് എന്ന് പറഞ്ഞാൽ 0.15 ആണ്. +1 എന്ത് കിട്ടും? നമ്പർ ഓഫ് ബാർസ് വൺ വേ 14 നമ്പേഴ്സ് ഓഫ് ബാർ ഇൻ വൺ വേ ആണ്. ഒരു സൈഡിൽ മാത്രം 40 നമ്പേഴ്സ്. അതായത് ഇങ്ങനെ 1 2 3 എഴുതിയാൽ 14 ബാർസ് ഉണ്ടാവും ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ 14 ബാർസ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ വെച്ചിട്ടുണ്ടാവും. അതായത് ഒരു ബാർ ഇങ്ങനെ, 14 ബാർസ് ഇങ്ങനെ, 14 ബാർസ് ഇങ്ങനെ, ലെഫ്റ്റ് ടു റൈറ്റ് 14 ബാർസ്, ടോപ്പ് ടു ബോട്ടം 14 ബാർസ്. ഈ ഫിഗർ വെച്ച് നോക്കുകയാണെങ്കിൽ അപ്പം ടോട്ടൽ നമ്പർ ഓഫ് ബാർസ് 28 ആണ് വരിക. അപ്പൊ ഇനി ഓരോ ബാറിന്റെ ലെങ്ത് കിട്ടും. ലെങ്ത് ഓഫ് 1 ബാർ എന്ന് പറയുന്നത് വരും. എങ്ങനെയാണ് ഈ ഇക്വേഷൻ കിട്ടിയെന്ന് മനസ്സിലായില്ല. അതായത് നമ്മൾ പണ്ടൊക്കെ യൂസ് ചെയ്ത പോലെ തന്നെ 2 മീറ്റർ എന്ന് പറയുന്നത് ഇപ്പൊ ഇതാണ് നമ്മൾ സെക്ഷൻ എടുക്കുന്നതെങ്കിൽ ഈ ഡോട്ട് ആയിട്ട് കാണുന്ന ബാറുകളാണ് എണ്ണേണ്ടത്. 2 മീറ്റർ എന്ന് പറയുന്നത് എന്ത് വരും?
ടോട്ടൽ ലെങ്ത് അതിനകത്ത് രണ്ട് സൈഡിലെ 40 സെന്റിമീറ്റർ കവർ കുറച്ചിട്ട് നമ്മളുടെ സ്പേസിങ് ഡിവൈഡ് ചെയ്യാൻ 1 ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ പണ്ട് ചെയ്ത കാര്യം തന്നെയാണ്. രണ്ട് ലെങ്ത് ഓഫ് 1 ബാർ, ഒരു ബാറിന്റെ ലെങ്ത് ആണ് കണ്ടുപിടിക്കുന്നത്. അതെന്ത് കിട്ടും ചോദിച്ചാൽ ഒരു ബാറിന്റെ ലെങ്ത് എന്ത് വരും നോക്കിയേ, പഴയ പോലെ തന്നെ 2 മീറ്റർ, രണ്ട് സൈഡിലും കവർ കുറയ്ക്കുക, പിന്നെ 2 ഹുക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ബാറിന് 2 ഹുക്ക് ഉണ്ട്, അത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം എഴുതിക്കോ, 2 മീറ്റർ ആണ് നമ്മുടെ ലെങ്ത്, രണ്ട് സൈഡിലും കവർ കുറച്ച് 40 സെന്റിമീറ്റർ കവർ കുറച്ച് 2 ഹുക്ക് ആഡ് ചെയ്ത് കൊടുത്തു. എന്ത് കിട്ടും? 2 മൈനസ് 0.08 പ്ലസ് 2 ഹുക്ക് എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു 9 ഇൻറ്റു നമ്മളുടെ 12 ബാർസ് ആണ്. അപ്പം 0.012 മീറ്റർ ആണ് എൻ്റെ ഡയമീറ്റർ. 2 മൈനസ് 0.08 പ്ലസ് 2 ഇൻറ്റു 9 ഇൻറ്റു 0.012, അപ്പോൾ ടോട്ടൽ 2.136 മീറ്റർ കിട്ടും. ഇതാണ് നമ്മളുടെ ലെങ്ത് ഓഫ് 1 ബാർ, ഒരു ബാറിന്റെ ലെങ്ത്. അപ്പം ടോട്ടൽ നമ്പർ ഓഫ് ടോട്ടൽ ലെങ്ത് എന്ത് വരും? ടോട്ടൽ ലെങ്ത് ഓഫ് ഓൾ 12 mm ഡയ ബാർസ് എന്ത് വരും? 24 നമ്പേഴ്സ് ഉണ്ടാവും, 28 നമ്പേഴ്സ് ഉണ്ടാവും. 40 ഇൻറ്റു 28 നമ്പേഴ്സ് ഉണ്ടാവും. 28 മൾട്ടിപ്ലൈഡ് ബൈ 2.136, ഒരു ബാറിന്റെ ലെങ്ത് 2.136. ടോട്ടൽ ലെങ്ത് വരുന്നത് 59.8 മീറ്റർ എന്ന് വരും അല്ലെ. അതേപോലെ തന്നെ അപ്പൊ ടോട്ടൽ വെയിറ്റ് നെക്സ്റ്റ് എടുക്കുക. ടോട്ടൽ വെയിറ്റ് എന്ന് പറയുന്നത് എന്ത് കിട്ടും? യൂണിറ്റ് വെയിറ്റ് 0.8 കിലോഗ്രാം പെർ മീറ്റർ ആണ്. 0.8 കിലോഗ്രാം പെർ മീറ്റർ. അപ്പൊ ടോട്ടൽ വെയിറ്റ് 59.8 മൾട്ടിപ്ലൈഡ് ബൈ 0.8 കിലോഗ്രാം പെർ മീറ്റർ അല്ലെ. അപ്പൊ എന്ത് വരും? 53.3 കിലോഗ്രാം എന്ന് കിട്ടും. മനസ്സിലായോ എല്ലാവർക്കും എങ്ങനെയാണ് നമ്മൾ ഈ 12 mm ബാർസ് എടുത്തെന്നുള്ള കാര്യം? ആരെയും റെസ്പോണ്ട് ചെയ്യും, മനസ്സിലായോ? സിമ്പിൾ കാര്യമാണ്. നമ്മൾ ഒരു സൈഡിൽ എത്ര ബാർസ് ഉണ്ടെന്ന് നോക്കി, അപ്പം മറ്റേ വെയിലും അതേപോലെ തന്നെ ബാർ ഉണ്ട്. കാര്യം ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് 2 വേ, ബോത്ത് വേസും സെയിം ബാർ ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുക? നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക, ടോട്ടൽ ലെങ്ത് കണ്ടുപിടിക്കുക. അതുമായിട്ട് ടോട്ടൽ നമ്പർ ഓഫ് ബാർസ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ടോട്ടൽ ലെങ്ത് കിട്ടും. അതിനെ യൂണിറ്റ് വെയിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ വെയിറ്റ് കിട്ടും. മനസ്സിലായോ? റെസ്പോണ്ട് ചെയ്യാം, എന്നാലേ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകാൻ കഴിയുള്ളൂ. ഓക്കെ. അപ്പം നമ്മളിപ്പോ 12 mm ബാർസ് ബേസ്മെന്റിലുള്ള 12 mm ബാർസ് ചെയ്തിട്ടുണ്ട്. ഇനിയുള്ള ബാർ എന്ന് പറയുന്നത് എന്താണ്? ഇനിയുള്ള ബാർ നമ്മുടെ ഡബിൾ ബാർസ് ആണ്. ഡബിൾ ബാർസ് ആണ് ശരിക്കും ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ഈ കോളവും അതേപോലെ നമ്മളുടെ ഈ ഫൂട്ടിങ്ങും നമ്മളൊരു പ്രോപ്പർ കണക്ഷൻ വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. ഡബിൾ ബാർ എന്ന് പറഞ്ഞാൽ 16 mm ഡയ ബാർ ആണ്. 6 നമ്പേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമ്പർ കണ്ടുപിടിക്കേണ്ട, ഓൾറെഡി തന്നിട്ടുണ്ട് 6 നമ്പേഴ്സ് ഓഫ് ബാറിന് 16 mm ആണ് ഡയമീറ്റർ. അപ്പൊ നമ്മളിതിന്റെ ലെങ്ത് മാത്രം കണ്ടുപിടിച്ചാൽ മതി അല്ലെ. അപ്പൊ പിന്നെ എഴുതിക്കോ, സെക്കൻഡ് പിന്നെ എഴുതുന്നത് 16 mm ഡയ ബാർസ് യൂണിറ്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ 1.58 കിലോഗ്രാം പെർ മീറ്റർ ആണ് 16 mm ബാറിന്റെ യൂണിറ്റ് വെയിറ്റ്. ഇത് അറിയില്ലെങ്കിൽ നിങ്ങൾ കണ്ടുപിടിക്കുക. അങ്ങനെ കണ്ടുപിടിക്കുക ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ല. അപ്പൊ നമുക്ക് ഒരു ബാറിന്റെ ലെങ്ത് എന്ന് പറയുന്നത് കിട്ടും. ഒരു ബാറിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ നോക്കി എന്ത് കിട്ടും നോക്കിക്കോ. ഈ ഡബിൾ ബാർസ് പൊങ്ങി നിൽക്കുന്നത് 45 സെന്റിമീറ്റർ വരെയാണ് മാർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ. അപ്പൊ 45 പ്ലസ് താഴത്തെ 75 മൈനസ് എന്ത് വരും? ഈ താഴത്തെ ഒരു 0.08 മീറ്റർ വരും. അത് പ്ലസ് ഈ ബെൻഡിങ് കൂടി വരും. അതായത് ഈ ടോട്ടൽ ബാറിന്റെ ലെങ്ത് ഇവിടം മുതൽ തുടങ്ങി ഇവിടം വരെയുള്ള ലെങ്ത്. അപ്പം ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ താഴത്തെ ഒരു 40 സെന്റിമീറ്റർ ആണ് താഴത്തെ സ്പേസിങ്. ആ സ്പേസിങ് അതിന്റെ മുകളിലൊരു ബാർ ഉണ്ട് 12 mm. പിന്നെ അതിന്റെ മുകളിൽ വേറെ 12 mm ബാർ ഉണ്ട്. പിന്നെ അതിന്റെ എല്ലാ സ്പേസിങ് കൂടി കൂട്ടിയിട്ട് മൊത്തം 8 സെന്റിമീറ്റർ സ്പേസിങ് ഉണ്ടെന്ന് കൂട്ടി, അത് 80 mm സ്പേസിങ് കൂട്ടി. അപ്പൊ നമുക്ക് 45 പ്ലസ് 75 മൈനസ് 8 സെന്റിമീറ്റർ പ്ലസ് ഈ ബെൻഡ് 15 സെന്റിമീറ്ററിന്റെ ബെൻഡ്, അങ്ങനെയാണ് വന്നിട്ടുള്ളത്. എന്ന് പറയുമ്പം 45 നമ്മുടെ ഗ്രൗണ്ട് ലെവലിന് മുകളിലോട്ട് നിൽക്കുന്നത്, ഗ്രൗണ്ട് ലെവലിലല്ലോ ഓക്കെ, അതെ ഗ്രൗണ്ട് ലെവലിന് മുകളിലോട്ട് 45 സെന്റിമീറ്റർ, അതിന്റെ താഴോട്ട് 75 സെന്റിമീറ്റർ. അതിനകത്ത് താഴത്തെ എന്ത് ചെയ്യാം, കവർ 8 സെന്റിമീറ്റർ
പിന്നെ ഒരു 15 സെന്റിമീറ്റർ ഒരു സൈഡിലോട്ട് പ്രൊജക്ഷൻ ഉണ്ട്. അപ്പൊ മൊത്തത്തിൽ എന്ത് കിട്ടും? 1.27 മീറ്ററിന് കിട്ടും ഒരു ഡബിൾ ബാർ. അപ്പൊ ടോട്ടൽ ലെങ്ത് എന്ത് കിട്ടും? 6 നമ്പേഴ്സ് ഉണ്ട്. ടോട്ടൽ ലെങ്ത് 6 നമ്പേഴ്സ് ഇൻറ്റു 1.27, അതായത് 7.62 മീറ്റർ കിട്ടും. ടോട്ടൽ വെയിറ്റ് എന്ത് കിട്ടും? ടോട്ടൽ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 1.58 ആണ്. 7.62 ഇൻറ്റു 1.58 എന്ന് പറയുമ്പോൾ നമുക്ക് 12.04 കിലോഗ്രാം കിട്ടും നമ്മളുടെ 16 mm ആയ ബാറിന്റെ വെയിറ്റ്. അപ്പൊ ഇതാണ് നമ്മളുടെ ഡബിൾ ബാറിന്റെ വെയിറ്റ് ഉള്ള 16 mm ഡബിൾ ബാർസ്. ഡബിൾ ബാർ ആണ് എഴുതണം, ഡബിൾ ബാർസ്. പിന്നെ നെക്സ്റ്റ്, അപ്പൊ ഇത് എല്ലാവർക്കും മനസ്സിലായി ഞാൻ വിചാരിക്കുന്നത്. വലിയ കൺഫ്യൂസിംഗ് ആയിട്ടൊന്നുമില്ല, സിമ്പിൾ സ്റ്റെപ്സ് ആണ്. നെക്സ്റ്റ് ഉള്ളത് നമ്മളുടെ എന്താണ്? മെയിൻ ബാറുകളാണ്, അതായത് നമ്മളുടെ വെർട്ടിക്കൽ ബാർസ്. വെർട്ടിക്കൽ ബാർസ് ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത്? എത്ര നമ്പേഴ്സും അതുപോലെ പറഞ്ഞിട്ടുണ്ട്. വെർട്ടിക്കൽ ബാർ 6 നമ്പേഴ്സ് 6 mm ആയ. അപ്പൊ താഴത്തെ ഡബിൾ ബാറും വെർട്ടിക്കൽ ബാറും നമ്മൾ കൺഫ്യൂസ്ഡ് ആയി പോയത്. ഡബിൾ ബാർ യൂസ് ചെയ്യുന്നത് നമ്മുടെ കോളവും താഴത്തെ ഫൂട്ടിങ് നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടി, ഒരു കണക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. വെർട്ടിക്കൽ ബാർസ് നമ്മുടെ കോളത്തിന്റെ സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. കംപ്രഷൻ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ടാണ് വെർട്ടിക്കൽ ബാർസ് യൂസ് ചെയ്യുന്നത്. അപ്പം എത്ര നമ്പേഴ്സ്? 6 നമ്പേഴ്സും 16 mm ആയ ബാർസ് ആണുള്ളത്. അപ്പം അത് എഴുതുക. നെക്സ്റ്റ് 16 mm ആയ വെർട്ടിക്കൽ ബാർസ്. സെയിം പോലെ തന്നെ ലെങ്ത് എന്ത് കിട്ടും നോക്കാം. ലെങ്ത് ഒക്കെ ചെറിയൊരു നോക്കാം. മുകളിൽ നമ്മൾ 10 mm നമുക്കൊരു പ്രൊജക്ഷൻ ഉണ്ട്. ചെറിയൊരു പ്രൊജക്ഷൻ ഇവിടെ മുകളിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ താഴെ നമ്മൾ 10 സെന്റിമീറ്റർ പ്രൊജക്ഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ മുകളിലും താഴെ ഒരു 0.1 വെച്ച് ആഡ് ചെയ്യണം. അത് നമ്മൾ ചെറുതായിട്ടൊരു പ്രൊജക്ഷൻ നമ്മൾ മുകളിലും താഴെ വെർട്ടിക്കൽ ബാർസ് നിൽക്കുന്നുണ്ട്, കണ്ടില്ലേ ഈ ചെറിയ പ്രൊജക്ഷൻ. അത് ആഡ് ചെയ്യാൻ മറക്കരുത്. അത് ലെങ്ത് എഴുതുമ്പോൾ എന്ത് ചെയ്യുക? 3.3 ആണ് നമ്മളുടെ ഹൈറ്റ്. എവിടെ നിന്ന്? പ്ലിന്ത് ലെവലിൽ നിന്ന് അടുത്ത ബീം വരെ ഉള്ളത് 3.3. പ്ലിന്ത് ലെവൽ മുതൽ ഈ ബീം വരെ 3.3 പ്ലസ് ഇവിടുത്തെ 0.1 പ്ലസ് ഇവിടുത്തെ എന്ത് കിട്ടും? താഴോട്ട് വരുന്ന 0.6, പിന്നെ താഴെ നമ്മളൊരു 0.1. അപ്പം 0.1 താഴെ ഒരു ചെറിയ പ്രൊജക്ഷൻ 0.6 പ്ലസ് 3.3 പ്ലസ് 0.1. ഇങ്ങനെയാണ് നമ്മളുടെ ടോട്ടൽ ലെങ്ത് കിട്ടുക. 3.3 പ്ലസ് 0.6 പ്ലസ് ഇത് നമ്മൾ പ്ലിന്ത് ലെവലിന് മുകളിലുള്ളത്, ഇത് പ്ലിന്ത് ലെവലിന് ഗ്രൗണ്ട് ലെവലിന്റെ നടുവിലുള്ളത്, പിന്നെ 0.1 മുകളിലും താഴെയുള്ള ചെറിയ പ്രൊജക്ഷൻ. ടോട്ടൽ നമുക്ക് 4.1 മീറ്റർ കിട്ടും. ഇതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 1.58 തന്നെയാണ്. കാര്യം സെയിം വെയിറ്റ് തന്നെയാണ് നേരത്തെ. അപ്പോൾ ടോട്ടൽ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഇത് കിട്ടും 6 നമ്പർ ബാർ ഉണ്ട്. 4.1 ഇൻറ്റു 1.58 എന്ന് പറഞ്ഞ കിട്ടും. ടോട്ടൽ വെയിറ്റ് എന്ത് കിട്ടും? 38.87 കിലോഗ്രാം കിട്ടും. അപ്പൊ നമ്മൾ മെയിൻ ബാർസ് കണ്ടുപിടിച്ചു. ഇനി ബാക്കിയുള്ള ബാർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ എന്താണ്? ലാറ്ററൽ ടൈസ് ആണ്, ലാറ്ററൽ ബാർസ് ആണ്. അതായത് ഈ ബാറുകൾ ഹൊറിസോണ്ടലി കൊടുത്തിരിക്കുന്ന ടൈസ്. അപ്പൊ അത് എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ അതിന്റെ സ്പേസിംഗ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? 15 സെന്റിമീറ്റർ ആണ് പിച്ച്. 10 mm ആയ ബാറാണ്. അപ്പൊ നമ്മൾ ആദ്യത്തെ ലെങ്ത് കണ്ടുപിടിക്കുക. ലെങ്ത് നമ്പേഴ്സ് കണ്ടുപിടിക്കുക. അതായത് എവിടം വരെ ഉണ്ടെന്ന് നോക്കിയേ. നമ്മളുടെ ഗ്രൗണ്ട് ലെവൽ മുതൽ കോളം തുടങ്ങുന്ന അവിടെ മുതൽ മുകളിൽ വരെ ഉണ്ട്. അതായത് 3.3 പ്ലസ് 3.6, അതായത് 3.9 മീറ്റർ ലെങ്ത് നമ്മൾ ടൈസ് കൊടുക്കുന്നത്, ലാറ്ററൽ ടൈസ്. ഓരോന്നിന്റെ സ്പേസിങ് 15 സെന്റിമീറ്റർ സ്പേസിംഗ് ആണ്. അപ്പൊ അതും വെച്ചിട്ട് നമ്മൾ നമ്പേഴ്സ് കണ്ടുപിടിക്കുക. അപ്പം നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ലാറ്ററൽ ടൈസ് അതായത് 10 mm ഡയർ ബാർസ് ആണ്. അറ്റ് സ്പേസിംഗ് എന്ന് പറയുന്നത് 15 സെന്റിമീറ്റർ സെന്റർ ഡിസ്റ്റൻസ് ആണ്. അപ്പൊ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കുക. 3.9 താഴെ മുകളിലും നമ്മൾ ഇത് കുറയ്ക്കുന്നില്ല. കാര്യം ഏറ്റവും മുകളിലും ചേർന്നും അതേപോലെ താഴെ ചേർന്നും നമ്മൾ ടൈസ് കൊടുക്കുന്നുണ്ട്. അപ്പം താഴെ മുകളിലും ഒരു കവർ എന്ന് പറയുന്ന രീതി നമ്മൾ കുറയ്ക്കുന്നില്ല. ഡിവൈഡ് ബൈ 0.5 ആണ് സ്പേസിംഗ് പ്ലസ് 1 എന്ന് പറയുമ്പോൾ 27 നമ്പേഴ്സ് കിട്ടും. ഓരോന്നിന്റെ ലെങ്ത് എങ്ങനെ കിട്ടും? ലാറ്ററൽ ടൈസിന്റെ ലെങ്ത് എങ്ങനെ കിട്ടും? ഇതെല്ലാം നമ്മൾ ഒരു സർക്കുലർ ആവുന്ന രീതിയിൽ കൊടുക്കുക. താഴെ ചെറിയൊരു മാറ്റം ഉണ്ടാവും. സ്റ്റിൽ നമ്മൾ അതും സർക്കുലർ എന്ന രീതിയിൽ നമ്മൾ എടുത്താൽ എന്ത് കിട്ടും? അതിന്റെ പെരിമീറ്റർ നോക്കിയാൽ മതി. അല്ല, ഈ ലാറ്ററൽ ടൈസിന്റെ പെരിമീറ്റർ മനസ്സിലായല്ലോ? ലാറ്ററൽ ടൈ എങ്ങനെ എടുക്കുന്നത് എന്നുള്ളത്. ഇതാണ് നമ്മളുടെ ഇതെങ്കിൽ നമ്മുടെ കോളം എന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മളുടെ ലാറ്ററൽ ടൈ വരുന്നത്. അപ്പൊ ഈ ലാറ്ററൽ ടൈന്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? പൈ ഇൻറ്റു ഡി കിട്ടും. അങ്ങനെ നമുക്ക് ലെങ്ത് കിട്ടും. പൈ ഇൻറ്റു ഡയമീറ്റർ എന്ന് പറയുന്നത് എന്താ കിട്ടുക?
ഓക്കെ. ഓരോ ലാറ്ററൽ ടൈസിന്റെ ഡയമീറ്റർ എന്നാൽ 22 മില്ലിമീറ്റർ ആണ്. കാര്യം അതിന് ചെറിയൊരു കവർ കൊടുക്കും. 4 സെന്റിമീറ്റർ കവർ ഉണ്ടാവും രണ്ട് സൈഡിലും. അപ്പം മൊത്തം 30 സെന്റിമീറ്റർ ആണ്. രണ്ട് സൈഡിലും 4 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ കുറച്ച് സ്പീഡിൽ പോവാണ്. തീരാറായ പീരീഡ് നമുക്ക് ഇന്ന് തന്നെ തീർക്കാറ്. ഇതാണ് നമ്മുടെ ലാറ്ററൽ, ഇതാണ് നമ്മുടെ കോളം. രണ്ട് സൈഡിലും 40 സെന്റിമീറ്റർ വെച്ച് ഉണ്ട്. അപ്പൊ അതിന്റെ ഡയമീറ്റർ, നമ്മുടെ ടൈന്റെ ഡയമീറ്റർ എന്താണ് വരും? 22 ആണ് വരിക. അപ്പം 5 × 0.22 വരും. ഇതാണ് നമ്മുടെ ടോട്ടൽ ലെങ്ത്. അങ്ങനെ നമ്മൾ ഇത് ബാക്കി കാര്യം നിങ്ങൾ തന്നെ ചെയ്തു. അതായത് നമ്മൾ നമ്പേഴ്സ് കണ്ടുപിടിച്ചു, ഓരോന്നിന്റെ ലെങ്ത് കണ്ടുപിടിച്ചു, നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ലെങ്ത്, ടോട്ടൽ വെയിറ്റ് എന്ന് പറയുന്നത് എന്ത് വരും? 27 × ഇത് വരുന്നത് 0.7 മീറ്റർ ആണ്. ഓരോന്നിന്റെ ലെങ്ത്, ഓരോ ടൈമിന്റെ ലെങ്ത് 0.7. ഓരോന്നിന്റെ വെയിറ്റും എന്ത് വരും? ക്വസ്റ്റ്യൻ പറഞ്ഞ വെയിറ്റ് 0.62 ആണ് കണ്ടുപിടിക്കുക. വെയിറ്റ്, ടോട്ടൽ വെയിറ്റ് 11.72 കിലോഗ്രാം എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ ലാറ്ററൽ ടൈസിന്റെ വെയിറ്റ്. ഇതുവരെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. അത് നമ്മൾ എല്ലാവർക്കും മനസ്സിലായോ എങ്ങനെ ലാറ്ററൽ ടൈസ് എടുത്തെന്നുള്ള? വേഗം റെസ്പോണ്ട് ചെയ്യും, ക്ലാസ് തീരാറായി. മനസ്സിലായി സർ. ഓക്കെ. അപ്പൊ ലാറ്ററൽ ടൈസ് നമ്മൾ എടുത്ത ശേഷം നമ്മൾ നേരെ പോകേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ടോട്ടൽ നമ്മൾ എന്താ ചെയ്തേ? നമ്മളിവിടെ ഇപ്പൊ ലാറ്ററൽ ടൈസിലെത്തി. നമ്മൾ ലാറ്ററൽ ടൈസ് നമുക്ക് 11.72 കിലോഗ്രാം കിട്ടി. അല്ല, എങ്ങനെയാ നമ്പേഴ്സ് എടുത്തതെന്ന് മനസ്സിലായല്ലോ. നമ്പേഴ്സ് എടുത്തു, ലെങ്ത് എടുത്ത്, ഓരോന്നിന്റെ ലെങ്ത് എടുത്ത്, ടോട്ടൽ ലെങ്ത് കണ്ടുപിടിച്ചു, ടോട്ടൽ വെയിറ്റ് കണ്ടുപിടിച്ചു, ലാറ്ററൽ ടൈസിന്റെ വെയിറ്റ് കണ്ടുപിടിച്ചു. എന്നിട്ട് എല്ലാ സ്റ്റീലിലും കൂടി വെയിറ്റ് ആഡ് ചെയ്യാം. ഇതെന്താണ്? 53.3 എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഫൂട്ടിങ്ങിലുള്ള ഡിസ്ട്രിബ്യൂഷൻ ബാർസിന്റെ, 12.04 എന്ന് പറഞ്ഞാൽ നമ്മളുടെ അതിന്റെ മുകളിലോട്ട് വരുന്ന ഡബിൾ ബാർസിന്റെ, പിന്നെ 38.87 എന്ന് പറഞ്ഞാൽ നമ്മളുടെ കോളത്തിന്റെ മെയിൻ ബാർസ്, പിന്നെ ഒരു 11.72 എന്ന് പറയുന്നത് എന്താണ്? 11.72 എന്ന് പറയുന്നത് നമ്മൾ ലാറ്ററൽ ടൈസ്. അപ്പൊ എല്ലാത്തിനും വെയിറ്റ് ആഡ് ചെയ്യാം. ടോട്ടൽ വെയിറ്റ് 0.116 കിൻഡിൽ കിട്ടും. എന്നിട്ട് നമ്മൾ അബ്സ്ട്രാക്ട് പ്രിപ്പയർ ചെയ്യാം. ആദ്യത്തെ അബ്സ്ട്രാക്റ്റിൽ എന്ത് എഴുതേണ്ടത്? എർത്ത് വർക്കിംഗ് എക്സ്കവേഷൻ, ക്വാണ്ടിറ്റി അതിന്റെ റേറ്റ്, പിന്നെ ഉള്ളത് സിമെന്റ് കോൺക്രീറ്റ് ബേസിൽ കൊടുക്കുന്ന സിമെന്റ് കോൺക്രീറ്റ് അതിന്റെ ക്വാണ്ടിറ്റി, റേറ്റ്, പിന്നെ RCC വർക്കുകൾ ടോട്ടൽ ക്വാണ്ടിറ്റി, അതായത് ഫൂട്ടിങ്ങിലുള്ള RCC വർക്കിനും കോളത്തിലുള്ള RCC വർക്കിന്റെ ഒക്കെ ക്വാളിറ്റി ഒക്കെ വേറെ ആയിരിക്കും, അല്ലെങ്കിൽ അതിന്റെ ഗ്രേഡ് വേറെ ആയിരിക്കും, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ സെപ്പറേറ്റ് ആയിട്ട് എഴുതുക. RCC വർക്ക് ഇതൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ക്വാണ്ടിറ്റി, കോളത്തിലുള്ള കണ്ടുപിടിച്ചു. പിന്നെ സ്റ്റീലിന്റെ ടോട്ടൽ വെയിറ്റ്, അതിന്റെ റേറ്റ് എഴുതുക. ഇങ്ങനെയാണ് നമ്മൾ കോളത്തിന്റെ ക്വസ്റ്റ്യൻ വന്ന അപ്രോച്ച് ഉണ്ട്. ഇനിയിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഫസ്റ്റ് പറഞ്ഞു. അപ്പൊ ഈ കോളം കഴിഞ്ഞു കേട്ടോ. കോളത്തിന്റെ ടോട്ടൽ അബ്സ്ട്രാക്ട് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഈ നോട്ട്സ് നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങളത് റെഫർ ചെയ്ത് നമുക്ക് ഐഡിയ കിട്ടും. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ സെന്ററിങ് ആൻഡ് ഷട്ടറിങ് ഇപ്പം ഒരു സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കണം എന്ന് പറയുകയാണെങ്കിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇതുപോലെ ട്രപ്പിസോയിഡിന്റെ സൈഡ്സ് കണ്ടുപിടിക്കണം. അതായത് സെന്ററിങ് ആൻഡ് ഷട്ടറിങ് അവിടെ വരിക, ആ നമ്മളുടെ പർട്ടിക്കുലർ ഫിഗറിന്റെ ഔട്ടർ സർഫസിൽ കൂടെ നമ്മളെപ്പോഴും സെന്ററിങ് കൊടുക്കുക. അപ്പൊ അതിന്റെയൊക്കെ ഔട്ടർ ഏരിയാസ് ആണ് കണ്ടുപിടിക്കുന്നത്. അതാണ് ഈ വന്നിരിക്കുന്നത് 4 സൈഡ്. അപ്പൊ അതിന്റെ സ്ലോപ്പിംഗ് ഹൈറ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇതിന്റെ ഒരു ആവറേജ് ഹൈറ്റിനെ, എന്നിട്ട് അതിന്റെ ഏരിയ കണ്ടുപിടിക്കാം. ഇത് ഈ ക്വസ്റ്റിന്റെ ഭാഗമല്ല. ഇനി അഥവാ അവർ സെന്ററിങ് ഷട്ടറിങ് സെപ്പറേറ്റ് കണ്ടുപിടിക്കാൻ ചോദിക്കുകയാണെങ്കിൽ, അതേപോലെ തന്നെ നമ്മളുടെ ഇത് സ്ക്വയർ പോർഷൻ എബോവ്, ഇത് ട്രപ്പിസോയിഡ് ഫൂട്ടിങ്ങിന്റെ ട്രപ്പിസോയിഡൽ പോർഷൻ ആണ്. പിന്നെ ഇത് സ്ക്വയർ പോർഷൻ എബോവ് ഗ്രൗണ്ട് ലെവൽ, സർക്കുലർ പോർഷൻ എബോവ് പ്ലിന്ത് ലെവൽ. അപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇങ്ങനെയാണ് ഇപ്പം ഒരു സെന്ററിങ് ആൻഡ് ഷട്ടറിങ്ങിന്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് നമ്മുടെ ഫോം വർക്കിന്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പറയേണ്ടത്, ഹോം വർക്ക് വരുന്ന അതിന്റെ ഔട്ടർ സർഫസിൽ കൂടെ എപ്പോഴും മനസ്സിൽ വിചാരിക്കാം. ഇങ്ങനെ 4 സൈഡ് ഉണ്ടാവും ട്രപ്പിസോയിഡിന്. ഓരോ സൈഡിനും അതിന്റെ സ്ലോപ്പിംഗ് ഹൈറ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ഇങ്ങനെയാണ് കാര്യങ്ങൾ. വേഗം നമുക്കൊന്ന് അറ്റൻഡൻസ് എടുക്കാനുള്ള ടൈം ഉണ്ടാവും വിചാരിക്കുന്നത്. അപ്പോൾ ആർക്കും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. സോ നമുക്ക് അറ്റൻഡൻസ് മാർക്ക് ചെയ്യാം. അഭിനവ് മഹേഷ്, സർ. അനുശ്രീ, Present, sir. ആദിത്യ, Present, sir. അഖിൽ വേണുഗോപാൽ, അക്ഷയ് വി, Present, sir.
അമൽ സി ശേഖരൻ, അമൽ ലക്ഷ്മണൻ, Present, sir. അമൽ രാജീവ്, അമൃത കെ പി, Present, sir. അനഘ പവിത്രൻ, അഞ്ജലി പ്രശാന്ത്, Present, sir. അഞ്ജിത, Present, sir. അപർണ ജോസ്, Present, sir. അപർണ കെ എം, Present, sir. ആദ്ര എൻ കരുൺ, Present, sir. അരുണിമ മോഹൻ, Present, sir. അരുണിമ എം ആർ. Ardra Pratima. ഓക്കെ, അരുണിമ എം ആർ. Present, sir. അസ്ലിമ, Present, sir. അശ്വിനി. Present, sir. അറ്റൻഡൻസ് വിളിച്ചു കഴിഞ്ഞാൽ വേഗം അപ്പുറത്തെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തോ. അറ്റൻഡൻസ് പറഞ്ഞവർക്ക് പോവാം. ആദിൽ എം പി, Present, sir. ഐജ ഫ്രൂസ്, Present, sir.